നട്ടപ്പാതിര വീഡിയോ തുടങ്ങാനുള്ള റിക്വസ്റ്റ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നട്ടപ്പാതിര വീഡിയോ തുടങ്ങുകയാണ്. അഭിജിത്തിനെ ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഭിജിത്ത് ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിലും ആക്ടേഴ്സിൻ്റെ ഇടയിലും പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിലും ബിസിനസ്സുകാരുടെ ഇടയിലൊക്കെ നടക്കുന്ന ആൾക്കാരെ പറ്റിക്കുന്ന സ്കാമിനെ കുറിച്ച് ഒരുപാടധികം വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എസ്പെഷ്യലി ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് പല സാധനങ്ങളും സ്കാം അടിച്ച ആളുകളെ പറ്റിക്കുന്ന പരിപാടി ഒരുപാട് പേരെ അഭിജിത്ത് എക്സ്പോസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഭിജിത്തിൻ്റെ 2-3 അക്കൗണ്ടുകൾ ഇതിനു മുമ്പും പോയിട്ടുണ്ട്, ഇപ്പോഴും അഭിജിത്തിൻ്റെ അക്കൗണ്ട് പോയിരിക്കുകയാണ്. ആ കാര്യത്തിനെ കുറിച്ചിട്ടാണ് അഭിജിത്ത് ഇപ്പോൾ യൂട്യൂബ് വീഡിയോ വഴി പറയുന്നത്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അഭിജിത്തിൻ്റെത് ബാൻഡായിരിക്കുകയാണ്. ഇത് കരുതി കൂട്ടി കാശ് കൊടുത്തൊരു ടീം ചെയ്യിച്ചതാണ് എന്നാണ് അഭിജിത്ത് സംശയിക്കുന്നത്. ഓക്കെ, അവരെന്നെ ഇൻസ്റ്റഗ്രാമിൽ നിന്നും ബാൻ ചെയ്തു. ബാൻ മാത്രമല്ല, എൻ്റെ പേരിൽ അവരൊരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. വെറും ഫേക്ക് അക്കൗണ്ട് അല്ല, ഒരു ബ്ലൂ ടിക്കുള്ള ഒരു വെരിഫൈഡ് ഫേക്ക് അക്കൗണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ മേലെയുള്ള ഒരു സൈബർ അറ്റാക്കാണ്. ഇവർ ഇതുപോലെ സൈബർ അറ്റാക്ക് ചെയ്യാൻ ലക്ഷങ്ങളാണ് മുടക്കിയിരിക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നില്ല. ഇൻസ്റ്റഗ്രാമിൽ പൈസ വാങ്ങിച്ചിട്ട് അക്കൗണ്ടുകൾ ബാൻ ചെയ്യാനും അൺബാൻ ചെയ്യാനുമായിട്ടിരിക്കുന്ന കുറേ പ്രൊഫഷണലായിട്ടുള്ള കുറച്ച് ഇൻസ്റ്റഗ്രാം ബാനേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അഭിജിത്ത് പറയുന്നത് പോലെ ഇൻസ്റ്റാഗ്രാമിനകത്ത് അത്യാവശ്യം നമുക്ക് ഒരാൾക്കിട്ട് പണിയണം എന്നാണെന്നുണ്ടെങ്കിൽ കാശ് ഇറക്കിയാൽ പണിയാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, കാരണം മെറ്റയ്ക്കകത്തും അല്ലെങ്കിൽ മെറ്റയ്ക്ക് പുറത്തും ഒക്കെ മെറ്റയിൽ നിന്ന് പോകുന്നവരും ഇരിക്കുന്നവരൊക്കെ ആയിട്ട് കുറേ പേരുണ്ട്. അല്ലാതെ കുറേ എത്തിക്കൽ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ഹാക്കേഴ്സ് ഉണ്ട്. അങ്ങനെ സെർവർ വെച്ച് അടിച്ച് കളയുന്നവരുണ്ട്. മാസ് റിപ്പോർട്ടിങ്ങിന് പല രീതിയിൽ സ്കീമുകളുണ്ട്. ഫൈൻ. അപ്പോൾ എന്ത് രീതിയിലുള്ള പണിയാണ് അഭിജിത്തിന് കിട്ടിയത്, അതാണ് നോക്കേണ്ടത്. ഓബ്വിയസ്ലി നമുക്കറിയാം, എന്തെങ്കിലും ഒരു സ്കാമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്കാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഒരു വ്യക്തിയെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴായിരിക്കുമല്ലോ ഈ പണി വരാൻ പോകുന്നത്. ഞാൻ ആദ്യം ഒരു റീൽ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. അഭിജിത്തിൻ്റെ അക്കൗണ്ട് ഇപ്പം ഇല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. ഇത് അഭിജിത്ത് ജോജി തമ്പി ഗിവ് അവേ ഇട്ട ഒരു വീഡിയോയിലെ സ്കാമിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻസ്, ഈ 10 ലക്ഷം രൂപ 10 പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് തരുവാണ്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇന്നേക്ക് 5-ാം ദിവസം രാത്രി 8 മണിക്ക് ലൈവായിട്ട് നിങ്ങളെ എല്ലാം കാണിച്ചായിരിക്കും ഈ 10 ലക്ഷം രൂപയുടെ 10 വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതുപോലെ 10 ലക്ഷം രൂപ 10 പേർക്ക് എന്ന് പറഞ്ഞ് ജോജി തമ്പി 3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോയ്ക്ക് 3 മില്യണിൽ കൂടുതൽ വ്യൂസ് പോയിട്ടുമുണ്ട്. പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്, ഈ ഗിവ് അവേ നടത്തുന്നത് തട്ടിപ്പുകാരെ വെളുപ്പിക്കാൻ വേണ്ടിയാണ്. ഈ വീഡിയോയിൽ ജോജി തമ്പി ഫോളോ ചെയ്യാൻ പറയുന്ന ബ്രാൻഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാർട്ടപ്പ് പാർക്കും ഷാഫി ഷൗക്കത്തും. അതെ, കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത അതേ സ്റ്റാർട്ടപ്പ് പാർക്കാണ്. ഈ ഷാഫി ഷൗക്കത്തും കൂട്ടരും നമ്മുടെ നാട്ടിൽ ഓപ്പണായി ഒരു തട്ടിപ്പ് പോൺസി സ്കീമാണ് നടത്തി വരുന്നത്. ഈ സ്റ്റാർട്ടപ്പ് പാർക്കിന്റെ മറവിൽ ഇങ്ങനെ ചില പരസ്യങ്ങൾ ചിലരെങ്കിലും ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടാവും. 40 ദിവസം കൊണ്ട് 10% റിട്ടേൺ ലഭിക്കുന്ന ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റുകളിൽ 8 months 50% റിട്ടേൺ. ഈ ഒരു അവസരം മിസ്സാക്കരുത്. ഇത് IQ Cap എന്ന ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ പരസ്യമാണ്. നേരത്തെ നമ്മൾ കണ്ട ഷാഫി ഷൗക്കത്തിന്റെ കമ്പനിയായ IQ വെഞ്ചേഴ്സിന്റെ സ്കീമിന്റെ പേരാണ് IQ Cap. ആ സ്റ്റാർട്ടപ്പ് പാർക്കില്ലേ, അതും IQ വെഞ്ചേഴ്സിന്റെ തന്നെയാണ്. ഈ പരസ്യമൊക്കെ കണ്ട് IQ Capന് നമ്മൾ മെസ്സേജ് അയച്ചാൽ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളാണ് അവർ അയച്ചു തരിക. പല പ്ലാനുകളുണ്ട് അവർക്ക്. ഈ പ്ലാനിൽ 1 ലക്ഷം ഇട്ടാൽ 40% റിട്ടേൺസ് തരും 4 മാസം കൊണ്ട്. ഇതിലാണെങ്കിൽ 1 ലക്ഷം ഇട്ടാൽ 8 മാസം കൊണ്ട് 60% റിട്ടേൺസ്. 40 ദിവസത്തിന്റെ പ്ലാനുണ്ട്. 40 ദിവസത്തേക്ക് 1 ലക്ഷം ഇട്ടാൽ 10% പ്രോഫിറ്റ്. ഇവരുടെ 1 ലക്ഷം 8 മാസത്തേക്ക് ഇടുന്ന സ്കീമിൽ കണക്ക് കൂട്ടി നോക്കിയാൽ കിട്ടുന്ന റിട്ടേൺസ് 90% പെർ ഇയർ ആണ്. അതെ, 90%. ബാങ്കിൽ FD ഇട്ടാൽ 5 to 6% മാത്രമാണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് ഓർക്കണം. ഇവർ പറയുന്നത് പല സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്താണ് വലിയ റിട്ടേൺസ് നമുക്ക് തരുന്നത് എന്നാണ്. പക്ഷെ ഇത്രയും പ്രോഫിറ്റബിൾ ആയ, അതായത് ഇത്രയും ലാഭത്തിലോടുന്ന ഒരു സ്റ്റാർട്ടപ്പ് പോലും ഈ IQ വെഞ്ചേഴ്സ് എന്ന ഉഡായിപ്പ് കമ്പനിക്കില്ല. IQ വെഞ്ചേഴ്സിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ കുറെ സ്റ്റാർട്ടപ്പുകൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എല്ലാം വെറും ഒരു പുകപറ മാത്രമാണ്. ഇവരുടെ ഉദ്ദേശം പണം പിരിക്കൽ മാത്രമാണ്. ഇത് വെറും ഒരു പോൺസി സ്കീം മാത്രമാണ്. സൂക്ഷിക്കുക. ജോജി തമ്പി ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ആ സ്റ്റാർട്ടപ്പ് പാർക്കിന്റെ അക്കൗണ്ടിൽ 2500 ഫോളോവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്.
ഷാഫി ഷൗക്കത്തിനാവട്ടെ 56K. എന്തായാലും രണ്ടും 600K എത്തിയിട്ടുണ്ട്. ഈ തട്ടിപ്പുകാർ ഇനി ഫണ്ട് പിരിക്കുന്നത് ഈ അക്കൗണ്ടിലേക്കുള്ള ഫോളോവേഴ്സിനെ കാണിച്ചിട്ടാവും. പാവം സാധാരണക്കാർ ഇതൊക്കെ പോയി വിശ്വസിച്ച് പൈസ കൊണ്ടിടുകയും ചെയ്യും. ജോജി തമ്പിക്ക് ഇപ്പൊ എന്ത്, തട്ടിപ്പിന്റെ പൈസ വാങ്ങിച്ച് തട്ടിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നു, തട്ടിപ്പുകാരെ ഫോളോവേഴ്സിനെ കാണിച്ച് വീണ്ടും തട്ടിപ്പ് നടത്തുന്നു. കണ്ട ഗിവവേയിലൊക്കെ പോയി ഫോളോ ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാർ പിന്നെ ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, ഇതാണ് എസ് അഭിജിത്ത് ജോജി തമ്പി ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ ഗിവവേ വീഡിയോയുടെ കോണ്ടന്റിനകത്ത് പറഞ്ഞിട്ടുള്ള വ്യക്തിയും അതുള്ള സ്ഥാപനവും റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന അവർ ചെയ്യുന്ന സ്കാമിനെ കുറിച്ച് എക്സ്പോസ് ചെയ്ത് വിട്ടത്. ഇതിപ്പോൾ ജോജിക്ക് അറിയോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. കാരണം ജോജി സ്ഥിരമായിട്ട് ഗിവ് അവേ ചെയ്യുന്ന ഒരാളാണ്. ജോജിയുടെ അടുത്ത് കാശ് കൊണ്ടുവന്നു. ജോജിയുടെ ഒരു സ്കീം ഞാൻ പറഞ്ഞുതരാം. ഒരു 10 ലക്ഷമോ 5 ലക്ഷമോ വെച്ചിട്ട് 2 കൊടുക്കാം, 1 കൊടുക്കാം എന്ന് പറഞ്ഞാൽ ജോജി എന്ത് ചെയ്യും? ഒരു ഭയങ്കര സംഗതിയാണല്ലോ. ഒരു 10 ലക്ഷം 5 ലക്ഷം വലിയ ഫിഗറാണ്. അപ്പം ആ ഫിഗർ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഗിവ് അവേ നടത്തുക എന്നുള്ളൊരു സ്കീമിൽ മാത്രമായിരിക്കും ജോജി തമ്പിയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ജോജിക്ക് വരുന്ന സ്കീമിൽ ഏതാണ് ഒരു പോൺസി സ്കീമിൽ ഫ്രോഡ് പരിപാടി കാണിക്കുന്ന ഒരു കമ്പനി എന്നുള്ളതൊന്നും ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ജോജിയൊക്കെ ചെയ്യുമായിരിക്കും. വല്ല കമ്പനിയും അതിൻ്റെ ലീഗാലിറ്റീസ് അല്ലെങ്കിൽ ലീഗൽ ഫേം ആണോ അല്ലെങ്കിൽ അതിന് പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് തപ്പുന്നുണ്ടാവും. ബട്ട് ഒരു പോൺസി സ്കീം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഡായ്പ് പരിപാടിയാണോ എന്നുള്ളതൊന്നും തോന്നുന്നില്ല എനിക്ക്. അങ്ങനെ തപ്പി ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആളുകളല്ല. എന്താണെങ്കിലും ജോജി തമ്പി ചെയ്തു. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് എന്താണെങ്കിലും ഉടായ്പന്മാർക്ക് കിട്ടി. അത് എസ് അഭിജിത്ത് വീഡിയോ ചെയ്ത് എക്സ്പോസ് ചെയ്ത് വിടുകയും ചെയ്തു. ഇവിടെ നിന്നാണ് അഭിജിത്തിൻ്റെ അക്കൗണ്ട് പോകുന്ന പരിപാടികളുടെ തുടക്കം സംഭവിക്കുന്നത്. ഇനി നമുക്ക് അഭിജിത്ത് പറയുന്ന കുറച്ചധികം കാര്യങ്ങളിലേക്ക് പോവാം. നവംബർ 12 എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിസേബിളായി. 77K ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ടാണ്. എൻ്റെ 3ാമത്തെ അക്കൗണ്ടാണ്. ആദ്യത്തെയും 2ാമത്തെയും അക്കൗണ്ടുകളും ഇതേപോലെ ഡിസേബിളും സസ്പെൻഡും ഒക്കെ ആയി പോയതാണ്. ഇത്തവണ പക്ഷേ അക്കൗണ്ടിന് ബാൻ കിട്ടിയത് ഒരു തട്ടിപ്പിനെ പറ്റി വീഡിയോ ചെയ്തിട്ടാണ്. ആ തട്ടിപ്പ് പുറം ലോകത്തോട്ട് പറഞ്ഞപ്പോഴാണ് എൻ്റെ അക്കൗണ്ട് ബാനായത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എസ് അഭിജിത്ത് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ടിക്കുള്ളൊരു അക്കൗണ്ടാണ്. _S അഭിജിത്ത് IG എന്നാണ് ആ ഒരു അക്കൗണ്ടിൻ്റെ യൂസർ നെയിം. പക്ഷേ ഇത് എൻ്റെ അക്കൗണ്ട് അല്ല. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അതെങ്ങനെ ശരിയാവും, ഇതൊരു വെരിഫൈഡ് അക്കൗണ്ട് അല്ലേ, ഒരു ബ്ലൂ ടിക്കൊക്കെ ഉള്ളതല്ലേ, ബ്ലൂ ടിക്കുള്ളത് എങ്ങനെ ഫേക്ക് അക്കൗണ്ട് ആവുമെന്ന് ഞാൻ ശരിക്കും ഈ അക്കൗണ്ട് കണ്ടപ്പോൾ ഷോക്കായിപ്പോയി. ഫേക്ക് അക്കൗണ്ടുകളൊക്കെ ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ബ്ലൂ ടിക്ക് ഉണ്ട്. മാത്രമല്ല എൻ്റെ അക്കൗണ്ടിൽ, എൻ്റെ ബാനായിപ്പോയ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന വീഡിയോകളൊക്കെ അതുപോലെ പബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേ ക്യാപ്ഷൻ, വീഡിയോകൾക്കൊക്കെ അതേ ക്യാപ്ഷനുകളും ഫോട്ടോകൾക്കൊക്കെ അതേ ക്യാപ്ഷനുകളും ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബേസിക്കലി എൻ്റെ അക്കൗണ്ട് ക്ലോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ആർക്ക് വേണമെങ്കിലും ഒരു ബ്ലൂ ടിക്ക് വാങ്ങിക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. മെറ്റ വെരിഫൈഡ് എന്ന ഒരു സബ്സ്ക്രിപ്ഷൻ സർവീസ് ഉണ്ട് മെറ്റയ്ക്ക്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉണ്ട്. അത് അങ്ങോട്ട് നമ്മൾ മാസം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ആര് പോയി മെറ്റയ്ക്ക് ഒരു 639 രൂപ മാസം കൊടുത്താലും അവരങ്ങോട്ട് അക്കൗണ്ടിൽ ബ്ലൂ ടിക്ക് ഇട്ട് കൊടുക്കില്ല. അതിന് കുറച്ച് നിബന്ധനകളുണ്ട്. അതിൻ്റെ നിബന്ധന എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗവൺമെൻറ് ID വെരിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഗവൺമെൻറ് ID ആയ ആധാറോ ലൈസൻസോ അല്ലെങ്കിൽ വോട്ടർ ID കാർഡോ ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ പ്രൊഫൈലിലുള്ള പേരും ഈ ഗവൺമെൻറ് IDയിലുള്ള പേരും ഒന്നാണോ എന്ന് മെറ്റ നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ബ്ലൂ ടിക്ക് ഒരു അക്കൗണ്ടിന് കൊടുക്കുകയുള്ളൂ. അതിനർത്ഥം ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ ആൾക്കാർ എൻ്റെ ഗവൺമെൻറ് ID ഫോർജ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഈ സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട് ബ്ലൂ ടിക്ക് ഉള്ളൊരു അക്കൗണ്ട്. ആരും നിങ്ങൾ ഇത് എസ് അഭിജിത്താന്ന് വിചാരിക്കേണ്ട. ഇത് ഇൻസ്റ്റാഗ്രാമിൽ എസ് അഭിജിത്തിനെ ഫേക്ക് ചെയ്തുകൊണ്ട്, ഈവൻ അഭിജിത്തിൻ്റെ ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ് അടക്കം ഫേക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ബ്ലൂ ടിക്ക് എടുത്ത് അവൻ്റെ ഒറിജിനൽ അക്കൗണ്ട് അടിച്ച് കളഞ്ഞതിന് ശേഷം ഇനി അവനൊരു അക്കൗണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ബ്ലൂ ടിക്കുള്ള എസ് അഭിജിത്ത് എന്ന് പറഞ്ഞുള്ള ആ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ എസ് അഭിജിത്ത്, അത് അവന് കിട്ടാതിരിക്കാൻ വേണ്ടി ഈ ബ്ലൂ ടിക്ക് എസ് അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേക്ക് സാധനത്തുമ്പോൾ കൊടുത്ത് എന്ത് പണിയെന്ന് ആലോചിച്ച് നോക്ക്. മെറ്റയ്ക്ക് ഇപ്പോൾ ബ്ലൂ ടിക്ക് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ പെയ്ഡല്ല, എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ അങ്ങനെ കിട്ടിയതാണ് മെറ്റേത്. പക്ഷെ പെയ്ഡായിട്ട് എടുക്കുന്നവർക്ക് ഓബിയസ്ലി അവരുടെ ഗവൺമെൻറ് പ്രൂഫ് കൊടുക്കണം. ഈ എസ് അഭിജിത്തിൻ്റെ എന്ത് പ്രൂഫാവും ഇവർ ഫേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക? ഇത്ര സിമ്പിളായിട്ട് മെറ്റേനെ പറ്റിക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടിലാണ് ഞാൻ പറഞ്ഞത്. മേ ബി മെറ്റയ്ക്ക് അകത്തുള്ളവർ തന്നെ, അല്ലെങ്കിൽ മെറ്റയിൽ പ്രീവിയസ്ലി വർക്ക് ചെയ്തവർ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വർക്ക് ചെയ്യുന്നവരൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ ഇടയിൽ കാശ് മേടിച്ച് പണിയുന്നവന്മാർ. അങ്ങനെയുള്ള പരിപാടി കാണിച്ച് അത്യാവശ്യം ഫണ്ട് ഇറക്കി ഇവൻ ഇനി മുന്നോട്ട് പോകണ്ട,
എന്നുള്ള രീതിക്ക് ഇവനിട്ട് പണിഞ്ഞ്. അതുകൊണ്ട് തന്നെ ഇനി എസ് അഭിജിത്ത് എന്നുള്ള പേരിൽ ഈ ചങ്ങായിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അക്കൗണ്ട് ഉണ്ടാക്കി വരാൻ പറ്റില്ല. ഫ്രോഡ് പരിപാടി കാണിച്ച് ചെങ്ങായിനെ പൂട്ടി. ഓക്കെ, അതാണ് അക്കൗണ്ട് പോയതും ഇപ്പം കാണുന്ന ഈ ഫേക്കായിട്ടുള്ള ബ്ലൂടിക്കുള്ള എസ് അഭിജിത്ത് എന്ന അക്കൗണ്ട് അവരവിടെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഇനി അവനൊരു അക്കൗണ്ടായിട്ട് വരാൻ പാടില്ല. എസ് അഭിജിത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡ് നിൽക്കാൻ പാടില്ല. വേറെ എന്തെങ്കിലുമൊക്കെ പേരായിട്ട് വന്നു എസ് അഭിജിത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡ് നിൽക്കാൻ പാടില്ല. പക്ഷേ ഈ മണ്ടന്മാർക്ക് അറിയില്ലല്ലോ ഒരാളുടെ പേരിലല്ല ബ്രാൻഡ് ഇരിക്കുന്നത് എന്നുള്ളത്. മനസ്സിലായില്ലേ? അയാളുടെ ഇപ്പോൾ എസ് അഭിജിത്തിൻ്റെ ബ്രാൻഡ് എന്താ? അയാളുടെ ശബ്ദം, അയാളുടെ കണ്ടൻറ്റുകൾ, അയാളുടെ തലേന്ന് വരുന്ന കണ്ടൻറ്റുകൾ, അയാൾ കണ്ടുപിടിക്കുന്ന, അയാൾ പൊളിച്ചു വിടുന്ന, എക്സ്പോസ് ചെയ്യുന്ന സ്കാമുകളാണ്. അതിനകത്ത് നിങ്ങൾ എസ് അഭിജിത്ത് എന്നുള്ള ആ ഒരു സംഗതി നിങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോയാലോ, ഇനി അത് ആ നെയിം നിങ്ങൾ കൊടുക്കാതെ ഇരുന്നാലൊന്നും ഒരു കാര്യമില്ല. അവന് നാവും, അവൻ സ്കാം പൊട്ടിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളിടത്തോളം കാലം അവനത് ചെയ്യും. അയാളെ മൊത്തത്തിലൊരു തീർത്ത് കളയേണ്ടി വരും. ഇല്ലെങ്കിൽ അത്രേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണം. അല്ല, ഇങ്ങനെ ചെയ്യുന്നവർ ഇനി അത് ചെയ്യാനും പഠിക്കില്ല കേട്ടോ. ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? അതറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കണം. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ബാൻ ആവുന്നതിന് തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ 10 ലക്ഷം രൂപ 10 പേർക്ക് എന്ന് ഞാൻ വെറുതെ പറയുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ പൈസ വാങ്ങിച്ചിട്ട് അക്കൗണ്ടുകൾ ബാൻ ചെയ്യാനും അൺബാൻ ചെയ്യാനുമായിട്ടിരിക്കുന്ന കുറേ പ്രൊഫഷണലായിട്ടുള്ള കുറച്ച് ഇൻസ്റ്റാഗ്രാം ബാനേഴ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ബാനേഴ്സ് എന്നാണ് ഇവരെ അൺഒഫീഷ്യലി പലരും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, കുറേ ഹിന്ദിക്കാരുണ്ട്, കുറേ മലയാളികളുണ്ട്. ഇതിൽ കുറേ ആൾക്കാരെ എനിക്ക് പരിചയവുമുണ്ട്. ഇവർ പല മെത്തേഡുകൾ ഉപയോഗിച്ച് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഇതുപോലെ ബാൻ ചെയ്ത് കളിക്കാറുണ്ട്. അതിലൊരു മെത്തേഡ് എന്ന് പറയുന്നത് മെറ്റ എംപ്ലോയീസ് ഉണ്ടല്ലോ, മെറ്റയിൽ പണിയെടുക്കുന്ന ആൾക്കാർ, അവർക്ക് പൈസ കൊടുത്തിട്ട്, അതായത് മെറ്റയുടെ മോഡറേഷൻ ടീമുണ്ട്, ആ മോഡറേഷൻ ടീമിലുള്ള ആൾക്കാർ അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും നമുക്കൊരു വയലേഷൻ കാണിച്ചിട്ട് അക്കൗണ്ട് ഡിസേബിൾ ആക്കി തരും. അവർക്ക് ഒരുപാട് പൈസ കൊടുക്കണം എന്നുള്ളതാണ് പ്രശ്നം. അവർക്ക് ചില്ലറ കാശൊന്നും കൊടുത്താൽ പോരാ, അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് ഇങ്ങനെ ഒരു അക്കൗണ്ട്, അതായത് അത്യാവശ്യം നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു അക്കൗണ്ട് ഇങ്ങനെ ബാൻ ചെയ്യാൻ. എൻ്റെ അക്കൗണ്ട് ബാൻ ചെയ്യാൻ വേണ്ടി ഇവർ ഒരാൾ ചോദിച്ചത് $4,000 ആണ്. $4,000 എന്ന് പറഞ്ഞാൽ 3.5 ലക്ഷം രൂപയാണ്. ഇങ്ങനെ എൻ്റെ അക്കൗണ്ട് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് എൻ്റെ അടുത്ത് പലരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പലയിടത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇൻസ്റ്റാഗ്രാം ബാനിങ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുടെ. അങ്ങനെയാണ് ഈ $4,000 കണക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുമുണ്ട്. എന്തായാലും ഇവരുടെ കഠിന പ്രയത്നം കൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ബാനായി പോയിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാത്രമല്ല ഇവർ ടാർഗറ്റ് ചെയ്തത് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ദ ഇന്നർ സർക്കിൾ എന്ന പേരിൽ. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ പലതരത്തിലുള്ള തട്ടിപ്പുകളെ പറ്റിയും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. പല ആൾക്കാർക്കും പല ഹെൽപ്പുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പലരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്രൂപ്പിൽ. ആ ഒരു ഗ്രൂപ്പ് ഇവരുടെ കഠിന പ്രയത്നം കൊണ്ട് ബാനായി പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ബാനായത് എന്നല്ലേ? അതാണ് കോമഡി അല്ല, വളരെ സീരിയസ് ക്രൈമാണ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം ആ ഗ്രൂപ്പിലോട്ട് അവർ പലരും ഒരുപാട് CP അയച്ചു. എന്തായാലും അങ്ങനെ ഒരുപാട് പേര് ഗ്രൂപ്പിൽ CP അയച്ച് ഗ്രൂപ്പ് അങ്ങോട്ട് മാസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഗ്രൂപ്പ് ബാനായി പോയതാണ്. ഗ്രൂപ്പ് മാത്രമല്ല, എൻ്റെ ടെലിഗ്രാം അക്കൗണ്ടും ബാനായി പോയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് CP കയ്യിൽ വെക്കുന്നത്, ഫോർവേഡ് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും എന്തിനേറെ പറയുന്നു, കാണുന്നത് വരെ വലിയ ക്രൈമാണ്. അകത്ത് പോയി കിടക്കാനുള്ള സ്കോപ്പ് ഒരുപാടുണ്ട്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് ഇവരെ വെറുതെ ഇൻസ്റ്റാഗ്രാം ബാനേഴ്സ് ഒന്നും പറയാൻ പറ്റില്ല. ഇതുപോലെ ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ സൈബർ ക്രിമിനൽസ് എന്ന് തന്നെ പറയാം. എസ് അഭിജിത്തിനെ എങ്ങനെ പൂട്ടണം എന്നുള്ളത് സ്കെച്ച് ചെയ്ത് വെച്ച് പൂട്ടിയ ഐറ്റമാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടതും കേട്ടതും. അതിന് എത്ര പൈസ ആരെ വേണമെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇവനെ മെറ്റാവേഴ്സിന് എടുത്ത് കളയാം. മെറ്റയിൽ ഇനി ഇവൻ പാടില്ല. അക്രോസ് ഓൾ ദ പ്ലാറ്റ്ഫോംസ് ഇവൻ പാടില്ല. ഇനിയിപ്പോൾ യൂട്യൂബ് ഇവൻ്റെ അടിച്ച് കളയോ ഇല്ല എന്നുള്ളതും എനിക്കറിയാൻ പാടില്ല. ചങ്ങായിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണെങ്കിലും ഇത് പണി തന്നെയാണ്. നിങ്ങൾ ആലോചിക്കും, ഇത് എനിക്ക് തോന്നുന്നു ഒരാളിൽ അല്ലെങ്കിൽ ഒരു ടീമിൽ നിന്ന് മാത്രം വന്ന, ഒരു ഐക്യുനെറ്റിൽ നിന്ന് മാത്രം വന്ന പണിയാവാനൊന്നും എനിക്ക് ചാൻസ് തോന്നുന്നില്ല. അപ്പോൾ ഹക്കീമിൻ്റെ കേസൊക്കെ എടുത്ത് നോക്കി, ഹക്കീമിന് ഇതേപോലെ തന്നെയാണ് ഹക്കീമിൻ്റെ എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് പോയിട്ടുള്ളതും. അതും കുറേ ഒരു കൂട്ടപ്പണിയാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവൻ്റെ കേസിൽ, അഭിജിത്തിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഭിജിത്ത് ഡൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന ടീം ദേ ആർ റിച്ച്, ഫിൽത്തി റിച്ച്. അവർ ഇത്രയും ഉടായ്പ് കാണിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ടീമിന് അഭിജിത്തിനെ ഈ പറഞ്ഞ പോലെ അവൻ്റെ ബ്രാൻഡിൽ നിന്ന് മാറ്റിച്ച് അവൻ്റെ വിസിബിലിറ്റി കുറച്ച്
മനസ്സിലായി? 300K അല്ലെങ്കിൽ 200K ഉള്ളൊരു ചാനലിനകത്ത് കൊടുത്തിട്ടോ പേജിനകത്ത് കൊടുത്തിട്ടോ ഉള്ള വീഡിയോൻ്റെ റീച്ച് ആയിരിക്കില്ല പുതിയതായിട്ട് തുടങ്ങിയ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ. ആ ഒരു സംഗതി ഉണ്ട്, മനസ്സിലായില്ല? അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇവൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള ക്രൗഡ് യൂട്യൂബിലേക്ക് വരുമോ? പെട്ടെന്ന് ചാൻസ് വളരെ കുറവാണ്, മനസ്സിലായോ? പക്ഷേ എത്ര കാലം ഇതിങ്ങനെ മൂടി വെച്ച് കൊണ്ട് നടക്കാൻ പറ്റും? ഉടായ്പ് കാണിച്ച് ഇങ്ങനെ കുറേ കാലം പോകാൻ പറ്റും? ഇന്നൊരു അഭിജിത്തിനെ നിങ്ങൾ പൂട്ടിക്കഴിഞ്ഞാൽ നാളെ വേറൊരു 10 അഭിജിത്ത് വരും. അത്രയേ ഉള്ളൂ നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇതേ അഭിജിത്തിനെ തന്നെ വേറൊരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ യൂട്യൂബിൽ ഇരുന്നിട്ട് അഭിജിത്തിന് പറയാം. യൂട്യൂബിൽ നിങ്ങൾ എങ്ങനെ പൂട്ടും? പാടാണ്. ഓക്കെ, ഇപ്പോൾ പൂട്ടിയാൽ തന്നെ ഏതെങ്കിലും ഒരു 24/7 സാറ്റലൈറ്റ് ചാനലിൽ പോയി ഇരുന്നിട്ട് അവിടെ ന്യൂസ് കൊടുക്കാം, വേറൊരാളുടെ പോഡ്കാസ്റ്റിലിരുന്ന് സംസാരിക്കാം, എല്ലായിടത്തും കയറി കൂട്ടാൻ പറ്റും. അവിടെ ഞാൻ പറഞ്ഞേ, അഭിജിത്തിനെ പോലുള്ള ഒരാൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ സ്വന്തം സെക്യൂരിറ്റിയും കൂടി നോക്കണം. കാരണം ഇവന്മാർ ഇങ്ങനെ മൊത്തത്തിൽ പൂട്ടാൻ നിൽക്കുന്നവന്മാർ നാളെ വണ്ടി പോകുന്ന ഇപ്പം എനിക്കൊക്കെ പേടിയുണ്ട് പല കാര്യങ്ങളും സംസാരിക്കുന്ന സമയത്ത്. തുറന്നു പറയാലോ, ഏതെങ്കിലും വഴിക്ക് വന്ന് തട്ടിയിട്ട് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റില്ല നമുക്ക്. പക്ഷെ പറയാനുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ കണ്ടന്റ് ഇതാണ്. കണ്ടന്റിലുപരി നമുക്ക് ഇതാണ് ഒരു നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, എല്ലായിടത്തും ഉണ്ടല്ലോ ഉടായ്പ്. മെറ്റയിലിരുന്നു കൊണ്ട് അവിടെ നിന്ന് ഈ പരിപാടി കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ പോയ ഒരാളെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. കാശ് കൊടുത്ത് ഈ ഹൈ റേഞ്ച് പണിയൊക്കെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഇതുപോലെ സൈബർ അറ്റാക്ക് നടത്തുക എന്ന് പറയുന്നത് ചില്ലറക്കളിയല്ല, അത്യാവശ്യം നല്ല പൈസ മുടക്കുള്ള കാര്യമാണ്. അങ്ങനെ പൈസ മുടക്കാൻ കേൾപ്പുള്ള ഏതാണ് കമ്പനി ഉള്ളത്? ബാംഗ്ലൂരിൽ 800 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സ്റ്റാർട്ടപ്പ് പാർക്കിനുണ്ടാവില്ലേ? ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. പിന്നെ ഐക്യു വെഞ്ചേഴ്സിന്റെ CEO എന്ന് അവകാശപ്പെടുന്ന ഒരാളുണ്ട്, ഷാഫി ഷൗക്കത്ത്. ഇയാൾ എന്നെ പലതവണ വിളിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പലതവണ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. അതിന് കാരണം ഇയാൾ എനിക്കൊരു ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു, ഡിഫമേഷൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ട്. ഇതാണ് എനിക്ക് അവർ അയച്ച ലീഗൽ നോട്ടീസ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദ സെഡ് മെറ്റീരിയൽ കണ്ടെയ്ൻസ് ഫോൾസ്, ബേസ്ലെസ് ആൻഡ് ഹൈലി ഡിഫമേറ്ററി അലിഗേഷൻസ് അഗൈൻസ്റ്റ് മൈ ക്ലയന്റ്സ് എന്നാണ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞേക്കാൻ നുണയാണെന്നാണ് പറയുന്നത്. ദ സ്റ്റേറ്റ്മെന്റ്സ് മെയ്ഡ് ബൈ യു ആർ റെക്ലെസ്, malicious and have been made without any factual basis or verification. They have been deliberately designed to discredit my clients and to harm their business interests, public image and professional credibility. എന്ത് ക്രെഡിബിലിറ്റി! എൻ്റെ വീഡിയോകൾ കാണുന്ന ആൾക്കാർക്കൊക്കെ ഓൾറെഡി അറിയുന്നുണ്ടാവും ഞാൻ അങ്ങനെ ബേസ്ലെസ് ആയിട്ട് ഒരു ക്ലെയിമുകളും നടത്താറില്ല എന്ന്. മൈ ക്ലയന്റ്സ് കാറ്റഗറിക്കലി ഡിനൈ എവറി അലിഗേഷൻ ഓർ ഇൻസിനുവേഷൻ കണ്ടെയ്ൻഡ് ഇൻ യുവർ പോസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റ്. ദ സെഡ് മെറ്റീരിയൽ ഈസ് wholly false and has been published with a view to harm their reputation and gain publicity at their expense. ഇവരെ പറ്റി പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കുകയാണെന്നാണ് പറയുന്നത്. ഇതിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ലെറ്റർ കിട്ടി 24 മണിക്കൂറിനകം ഞാൻ ഈ വീഡിയോകളെല്ലാം, ഈ പോസ്റ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യണമെന്നും ഒരു റിട്ടേൺ അപ്പോളജി ഞാൻ പബ്ലിഷ് ചെയ്യണം എന്നുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാര്യം 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്യാനാ? അക്കൗണ്ടേ പോയില്ലേ. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇവരെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അടുത്ത വീഡിയോ, നമ്മുടെ ചാനലിൽ വരുന്ന അടുത്ത വീഡിയോ ഐക്യു ക്യാപ് തട്ടിപ്പിനെ പറ്റിയാണ്. ഷാഫി ഷൗക്കത്തെ ഇതുപോലെ ഒരു 100 ലീഗൽ നോട്ടീസ് കൂടെ അയക്കും. ഈ വീഡിയോയ്ക്കും കൂടെ അയക്കണം, അടുത്ത വീഡിയോയ്ക്കും കൂടെ അയക്കണം. നമുക്ക് നോക്കാം. ഇൻസ്റ്റാഗ്രാമിലേക്ക് തൽക്കാലം ഒരു മടങ്ങിപ്പോക്കില്ല. ഓക്കെ, അപ്പോൾ നേരത്തെ ഐക്യു ക്യാപ്പിനെ ഇവൻ അഭിജിത്ത് സംശയിക്കാനുള്ളൊരു വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ അയച്ച ലീഗൽ നോട്ടീസ് തന്നെയാണ്. ഓക്കെ, ലീഗൽ നോട്ടീസ് വരുന്നു, അവരുടെ വീഡിയോ ഇടുന്നു, ആൻഡ് ദ നെക്സ്റ്റ് മൊമെൻറ്റ് അടിച്ചു പോകുന്നു ഇൻസ്റ്റാഗ്രാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സംശയിക്കില്ലടി? സംശയിക്കാതിരിക്കൊന്നുമില്ല. പിന്നെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനിയെ കുറിച്ചാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി അവർക്ക് ഡിഫമേഷന് പോവാം. ഓക്കെ, കേസായിട്ട് പോകാൻ പറ്റും. സോ അതിന് മുൻപേ ആയിട്ടാണ് നമുക്ക് എന്ത് വരിക, ലീഗൽ നോട്ടീസ് വരിക. അങ്ങനത്തെ കുറേ കിടുതാപ്പുകൾ എനിക്ക് വന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ വരും, കാരണം നമ്മളെക്കൊണ്ട് നമ്മളെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പല പരിപാടികളും നോക്കും. മനസ്സിലായോ? അപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സൈലൻ്റ് ആണ്. ഇപ്പോൾ മുതുകാട് ഇഷ്യൂവിൽ ഞാൻ അങ്ങനെ അതായത് ചില സാധനങ്ങളിൽ നമ്മളൊന്ന് സൈലൻ്റ് ആവണം. ചില കാര്യങ്ങളിൽ നമുക്ക് കിടുതാപ്പ് വന്നാലും പേപ്പർ വന്നാലും നമുക്ക് പറയാം,
ഓരോരോ സ്റ്റേജാണത്, അല്ലെങ്കിൽ ഓരോ കൈൻഡ് ഓഫ് കേസിൻ്റെ ഗ്രാവിറ്റി ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. എല്ലാത്തിലും നമ്മൾ ഒറ്റ ബുദ്ധിയായിട്ട് കയറി ഇറങ്ങരുത് എന്നുള്ളതാണ് ഞാൻ ഇത്രയും വർഷം കൊണ്ട് എൻ്റെ റിയാക്ഷൻ ചാനലിൽ നിന്ന് പഠിച്ചൊരു പാഠം. കുറച്ചൊക്കെ ഒന്ന് നമ്മളും ട്രിക്കി ആയിട്ട് കളിക്കണം. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് തന്നെ അറിയാം, പണ്ടത്തെ ഒരു ഇൻറ്റൻസിറ്റി അല്ല ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ ഞാനും കുറച്ചും കൂടി ഒന്ന് ഷ്രൂഡായി തുടങ്ങിയിട്ടുണ്ട്. എവിടെ എപ്പോൾ എങ്ങനെ ഏത് രീതിക്ക് കൊട്ടണം, എന്തൊക്കെ പറയണം, ഏത് രീതിക്ക് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് വൃത്തിയായിട്ട് അറിയാം. കാരണം നമ്മളിങ്ങനെ ബ്ലണ്ടായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു പോകുമ്പോൾ ചില സമയത്ത് നമുക്ക് തന്നെ കൊട്ടാനുള്ള സാധനം എറിഞ്ഞ് അപ്പുറത്തേക്ക് കൊടുക്കും, അടിച്ചോ എന്ന് പറഞ്ഞിട്ട്. അത് ചെയ്യരുത്. നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ തന്നെ അടിച്ചുകൊണ്ടിരിക്കണം, അവിടെ ഇങ്ങോട്ട് കൊട്ടുള്ള വടി ഇട്ട് കൊടുക്കരുത്. അഭിജിത്തിനോടും എനിക്ക് അതേ പറയാനുള്ളൂ. അടിക്കുമ്പോൾ അടിച്ചുകൊണ്ടിരുന്നോ, പക്ഷേ നമ്മളെ തിരിച്ചടിക്കാനുള്ള വടി നമ്മൾ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കാതെ അടിക്കണം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഒരു ഐക്യൂൻ്റെ വീഡിയോ വരുന്നുണ്ടെങ്കിൽ കാണാം. ഞാൻ ഇങ്ങനെ ഒരു കാര്യം നടന്നത്, എൻ്റെ ഐഡൻറ്റിറ്റി സ്റ്റീൽ ചെയ്തത്, അല്ലെങ്കിൽ എന്നെ ഒരാൾ ഇമ്പേഴ്സണേറ്റ് ചെയ്ത് വെരിഫൈഡ് അക്കൗണ്ട് എടുത്തത് ഇൻസ്റ്റാഗ്രാമിൻ്റെ സബ് റെഡിറ്റിൽ, അതായത് റെഡിറ്റിലൊരു സബ് റെഡിറ്റ് ഉണ്ട്, ഒരു ഗ്രൂപ്പാണ്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഗ്രൂപ്പാണ്, അൺഒഫീഷ്യലായിട്ടുള്ള ഗ്ലോബലി ഉള്ള ഒരു ഗ്രൂപ്പാണ്. അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, ഹി ഹെൽപ്പ് മീ ടു ഗെറ്റ് മൈ ഡിസേബിൾഡ് അക്കൗണ്ട് ബാക്ക്. ഹേമന്ത് കുമാർ എന്ന് പറഞ്ഞ ഒരാളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്കുള്ള ഒരു ലിങ്ക് ആയിരുന്നു അത്. ലിങ്ക്ഡിൻ എന്നത് ജോലി സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്കാണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ അതിനകത്ത് എടുത്ത് നോക്കുമ്പോൾ അയാളുടെ പ്രൊഫൈൽ ഹേമന്ത് കുമാർ, ഏജാതി പ്രൊഫൈൽ എന്നറിയോ? ആളുടെ പ്രൊഫൈൽ കൊടുത്തിട്ടുള്ളത് ആൾ മെറ്റയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മെറ്റയിലൊരു ഈ ഒരു പാസ്റ്റ് ഒരു 1.5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മാത്രമല്ല അതിനു മുന്നേ 11 വർഷം ഗൂഗിളിൽ വർക്ക് ചെയ്ത ആളാണ്. ലിങ്ക്ഡിൻ അത്യാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എന്നിരുന്നാലും ഈ പ്രൊഫൈൽ അത്രയ്ക്കും ഒരു ഒത്തൻറ്റിക് പ്രൊഫൈൽ, അല്ലെങ്കിൽ ഒരു ഫുൾ 100% പ്രൊഫഷണൽ പ്രൊഫൈൽ പോലെ തന്നെ തോന്നി. കാരണം അതിൽ നല്ലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, അടിപൊളി ജോബ് ഡിസ്ക്രിപ്ഷനും ഇതിന് മുന്നേ വർക്ക് ചെയ്ത കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പഠിച്ചത് എവിടെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, IIM-ലൊക്കെയാണ്. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ഇയാളെ വിശ്വസിച്ച് പോയി. ഈ ഒരു അക്കൗണ്ട് ഇയാൾ മെറ്റയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ആദ്യം അങ്ങോട്ട് വിശ്വസിച്ച് പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ലിങ്ക്ഡിനിൽ ഇയാൾക്ക് മെസ്സേജ് അയച്ചു. മാത്രമല്ല ഇയാളുടെ അടുത്ത് ഫോണിൽ സംസാരിച്ചു. Hey Abhijit, Hi Hemant, hi. how are you, bro? Yeah, I'm good. Yeah. Okay, fine. So, okay, ठीक है. The entire issue with your ID is main account with 305K on hold. Your Yeah. secondary account 76K disabled. Yeah. Loan account which has a increasing and decreasing followers, so they are using bots to increase and decrease the followers. And they have taken verification as well. That has been government verified again. Yeah. So now, allow me like 30 minutes. Let me talk to the team and see if they can do this. I'm not sure. Okay. Let me check and let me call you back in like 30 minutes. എത്ര പ്രൊഫഷണൽ ആയിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. എജാതി ഇംഗ്ലീഷാണ് ഇയാൾ പറയുന്നത്. എന്തായാലും ഇയാളുടെ അടുത്ത് ഞാൻ 2 ദിവസം സംസാരിച്ചു ശരിക്കും പറഞ്ഞാൽ. കാരണം ഇയാൾ അങ്ങനെയാണ് അയാളുടെ ഒരു സ്കീം നടക്കുന്നത്. നല്ല വിശ്വാസം ആർജിച്ചിട്ട് മാത്രമാണ് അയാൾ അവസാനം 17,000 രൂപ വേണം അക്കൗണ്ട് അൺബാൻ ചെയ്തു തരാൻ, അക്കൗണ്ട് തിരിച്ചെടുത്ത് തരാൻ എന്ന് പറഞ്ഞത്. They're charging 17,017. Once you transfer, the team will start the process. Okay. And they will finish it like by end of the day once it's done. അപ്പോഴാണ് ശരിക്കും എനിക്ക് ഡൗട്ട് അടിച്ചത്. അത് കഴിഞ്ഞിട്ട് അയാൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ വാട്സാപ്പിൽ DP കണ്ടപ്പോൾ തന്നെ ഞാൻ അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഇത് തട്ടിപ്പാണ്. നിങ്ങൾ ഈ DP ഒന്ന് കണ്ടു നോക്ക്. എജാതി ഫോട്ടോ അല്ലേ? മാർക്ക് സക്കർബർഗിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ആണ് അയാൾ വാട്സാപ്പിൽ വെച്ചിരിക്കുന്നത്. ജെമിനി വെച്ചുണ്ടാക്കിയതാണെന്ന് പറയത്തേ ഇല്ലല്ലോ. ഈ ഫോട്ടോയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാണുന്ന മാർക്ക് സക്കർബർഗ്, ഇങ്ങനെ റോബോട്ടിനെ പോലെ നിൽക്കുന്ന മാർക്ക് സക്കർബർഗ്, അത് ആളുടെ 3-4 കൊല്ലം മുന്നത്തെ സ്റ്റൈലാണ്. ഇപ്പം മാർക്ക് സക്കർബർഗ് ആകെ മാറി. ഇപ്പം മറ്റേ ഫുൾ ചെത്തും മറ്റേ ഫുൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള മാർക്ക് സക്കർബർഗ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മെറ്റയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് തിരിച്ചെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അഭിജിത്തിനെ മാട്ടി വിട്ടതിൻ്റെ കഥയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടതും കണ്ടതും. റെഡിറ്റിൽ നിന്നല്ലെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അത്യാവശ്യം ഒരു 250K ഉള്ളൊരു അക്കൗണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഒരു 330K ഉള്ള പുതിയ അക്കൗണ്ടിൽ എൻ്റെ ഉള്ളത്. പഴയ അക്കൗണ്ട് പോയ സമയത്ത് എനിക്ക് റെഡിറ്റിൽ നിന്നല്ലെങ്കിലും എനിക്ക് വേറൊരാൾ ഇതേപോലെ മെറ്റ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കാശ് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ അവിടെ എങ്ങനെ പറഞ്ഞിട്ടില്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നൊരു 10-30,000 മുകളിൽ രൂപ എൻ്റെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എടുത്തരും, നാളെ എടുത്തരും, മറ്റന്നാൾ എടുത്തരും എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അത് റെഡിറ്റിൽ നിന്നല്ല, എൻ്റെ ഫ്രണ്ട് വഴി ഫ്രണ്ട് കണക്ട് ചെയ്തതാണ്. അങ്ങനെ കണക്ട് ചെയ്ത് ഇവൻ എന്തോ മെറ്റയുടെ ഗുണാണ്ടറാന്നൊക്കെ പറഞ്ഞ് അതൊരു 10 മേടിച്ചു, പിന്നൊരു 10 മേടിച്ചു, പിന്നൊരു 10 മേടിച്ചു, പിന്നൊരു 5 അവൻ എന്തോന്ന് മേടിച്ചു. കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അതാ അടക്കണ എല്ലാ പൈസയും പോയി.
അക്കൗണ്ടും തിരിച്ചിട്ടില്ല. കാരണം അത് ഓൾറെഡി കേസായി, സൈബർ സെല്ലിൽ നിന്ന് കിടുതാപ്പ് വന്നിട്ടാണ്. എൻ്റെ IP അടക്കം, എൻ്റെ ലൊക്കേഷൻ IP, എൻ്റെ ഫോൺ IP, സിം IP എല്ലാ സാധനങ്ങളും കളഞ്ഞിട്ടാണ് അവന്മാർ എൻ്റെ അക്കൗണ്ട് എടുത്ത് കളഞ്ഞത്. പിന്നെ ആ സാധനം തിരിച്ച് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ ട്രൈ ചെയ്യുമല്ലോ, ഓരോ വട്ടം നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് അവസാനം കിട്ടാതാണ് പോയി കിട്ടിയ സാധനം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പറ്റുക, ഓരോ രീതിയിലാണ് നമ്മളൊക്കെ പറ്റിപ്പിൽ പോയി പെടുക. ഇതിപ്പോൾ എന്താ പറയുക, ഈ പറ്റിച്ചവൻ എത്ര പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ ഒരു DPൻ്റെ മുകളിൽ പോയല്ലോ, ഒരു വാട്സാപ്പ് DPക്കകത്ത് എന്താണ് സുക്കംബർഗിൻ്റെ ഒപ്പം ഇങ്ങനെയൊക്കെ നിന്ന് DP ഇട്ടിട്ട് പിന്നെ പറ്റിക്കാൻ നോക്കി കഴിഞ്ഞാൽ എത്ര നല്ല ഇംഗ്ലീഷ് പറഞ്ഞിട്ടും കാര്യമില്ല. ChatGPT എന്നൊരു ഫോട്ടോ ഉണ്ടാക്കി എടുത്തിട്ടിട്ട് ആളെ പറ്റിക്കാൻ നടക്കുക പടുഭാവി. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിച്ച് അതിൻ്റെ മുകളിൽ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ പലരും പറയാറുണ്ട് ഞാൻ സ്കാവഞ്ചിങ് ആണ്, ബാക്കിയുള്ളവരുടെ കണ്ടൻറ്റ് എടുക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ അറ്റ് ടൈംസ് ഞാൻ ബാക്കിയുള്ളവരുടെ എടുത്താലും ഐ റിയലി വോണ്ട് ടു മേക്ക് മൈ പോയിൻറ്റ്. മനസ്സിലായോ? അപ്പം ഞാനൊരു കാര്യത്തിൽ സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പോയിൻറ്റ്സ് സംസാരിക്കാനാണ് എനിക്ക് കൂടുതലായിട്ട് താല്പര്യം. എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റിനോടോ അല്ലെങ്കിൽ ആ ഒക്കറൻസിനോടോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോടൊക്കെ ഉള്ള എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഞാൻ വെച്ചിട്ട് പോകാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറ്. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നലുകൾ വന്നാൽ അത് ഞാൻ നിങ്ങളായിട്ട് വന്ന് ഷെയർ ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പോസ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അത് വന്ന് ഷെയർ ചെയ്യും. സോ അതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ഈ എന്താ പറയുക സോഷ്യൽ റെലവൻറ്റ് തിങ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ഒന്ന് അഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊന്ന് പറയണം. ഇത് ഭയങ്കര ഡേഞ്ചർ പരിപാടിയാണ്, അത്ര ഈസി ആയിട്ടുള്ള പണിയല്ല. പലരും ഇപ്പോൾ ഞാൻ സ്വയം ഇരുന്ന് പറയാറുണ്ട് കാറിനകത്ത് ഇരുന്നിട്ട് ചുമ്മാ വളവളടിച്ച് അരി വാങ്ങുന്നത്. ബട്ട് ഇതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇങ്ങനത്തെ സൈഡുകളുണ്ട്. ഇപ്പോൾ അഭിജിത്തിൻ്റെ കണ്ടൻറ്റുകൾ ചിലർ വിചാരിക്കും അത് ഭയങ്കര ഈസിയുള്ള ഒരു മൈക്കും പിടിച്ചിരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ അത് എക്സ്പോസ് ചെയ്താൽ പോരെ, മറ്റേത് പറഞ്ഞാൽ നോട്ട് ഈസി. കാരണം ആരോടാ എവിടുന്ന് എപ്പോഴാണ് പണി വരികയെന്ന് അറിയില്ല, ആരോടാ എങ്ങനെ കളിക്കുന്നതെന്നും അറിയില്ല. മനസ്സിലായില്ലേ? ചുമ്മാ ഇരുന്ന് അങ്ങോട്ട് നമുക്ക് തോന്നുന്ന പെർസ്പെക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഓക്കെ ഇതാണ് ശരിയെന്ന് തോന്നുന്നു നമ്മളോട് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അത് വന്നിട്ട് പറയും. ലാസ്റ്റ് ഇത് ആരാ എവിടുന്നാ പണിയാൻ പോകണമെന്ന് പറയില്ല. എന്താണെങ്കിലും അഭിജിത്തിൻ്റെ അക്കൗണ്ട് പോയതിൽ അതിയായ ഖേദമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സമയം എടുക്കും ഇനിയിപ്പോൾ ഒരു ബ്രാൻഡ് ബിൽഡായി വരാൻ. ബട്ട് യൂട്യൂബിനകത്ത് കണ്ടൻറ്റുകൾ ഇട്ട് പോവുക എന്നുള്ളത് തന്നെ ഇനി ചെയ്യാനുള്ളൂ. ഇങ്ങനെയൊക്കെ എന്തല്ലേ ഒരു ആലോചിച്ച് നോക്ക്. ചെങ്ങായി കാരണമാണ് കുറേയൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കോണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ ഇവനെ പേടിച്ചിട്ട് വീഡിയോ വരും എന്നുള്ളത് പേടിച്ചിട്ട് കുറേ ഉഡായിപ്പ് ആപ്പുകളുടെ പ്രൊമോഷനും പരിപാടികളൊക്കെ നിർത്തിയതും. ജിയാസ് ജമാലും പിന്നെ ഈ അഭിജിത്തും കൂടിയും ഈ ബെറ്റിംഗ് ആപ്പിനെതിരെയുള്ളൊരു റിട്ടേൺ പെറ്റീഷൻ എഴുതി കൊടുക്കലും പരിപാടികളൊക്കെ ഇതിനിടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല നല്ല പരിപാടികൾ കാണിക്കുന്ന ആൾക്കാരാണ്. എല്ലാത്തിനെയും വെട്ടി സൈഡാക്കാൻ കാശുള്ളവന്മാരുണ്ടല്ലോ, ആൾക്കാരെ പറ്റിക്കണം, കാശുണ്ടാക്കണം, എന്നിട്ട് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ പിടിക്കണം, അവരെ കൊണ്ടത് പ്രൊമോട്ട് ചെയ്യണം എന്ന് സ്കീമിൽ നടക്കുന്നവന്മാർക്ക് ഇതേപോലുള്ള അഭിജിത്തിനെ പോലുള്ളവരൊക്കെ പേടിയായിരിക്കും. ഇതേപോലെ വെട്ടി നിരത്താൻ വേണ്ടി ഇറങ്ങുകയും ചെയ്യും. എന്താണെങ്കിലും കൊള്ളാം. യൂട്യൂബ് ചാനൽ അഭിജിത്തിനെ ഞാൻ ആദ്യം കാണിച്ചതാണ്. ഇനിയിപ്പോൾ അതിലൊക്കെ ആയിരിക്കും കണ്ടൻറ്റ് വരാൻ പോണത്. ഗോ ആൻഡ് വാച്ച്.